ഈ രക്ഷിതാവ് വക്കാലത്താക്കാം കുട്ടീൻ്റെ കാര്യത്തിൽ, കുട്ടീനെ പോറ്റാൻ കുളിപ്പിക്കാൻ, അതുപോലെ കുട്ടിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശരിയാക്കാനുണ്ടോ അതെല്ലാം വലിയ ഒരാളെ ഏൽപ്പിച്ചൂടെ. അവിൽ മജ്നൂനി അവി സഫീ, ആ രക്ഷിതാവ് ഏതുപോലെ കാസിലിൻ, ആ രക്ഷിതാവ് ആരെ പോലെ, പിതാവിനെ പോലെ, പിതാവിൻ്റെ പിതാവിനെ പോലെ, ഫീ തസ്വീജിൻ ഔ മാലിൻ, പിതാവ് എന്തിനാണ് വക്കാലത്താക്കുക? തസ്വീജിനും ആകാം മാലിനും ആകാം. വസിയ്യിൻ ഔ ഖയ്യിമിൻ ഫീ മാലിൻ മാത്രം, ഔ വസിയ്യിൻ തൗഹീൽ വസിയ്യിൻ അല്ല കാസിലിൻ്റെ മേലെത്തും. ആരെ പോലെയും വസിയ്യിൻ, വസിയുണ്ടല്ല വസിയത്ത് ചെയ്യപ്പെട്ട ആള്, കയ്യുമുണ്ടല്ല മേനത്ത്, ഫീമാലിൻ ഇന്നജസാൻഹൂന്ന് കൈതാണ്. അവരെല്ലാം ബഹുമാനം കുറഞ്ഞവരാന്ന് പറയും. വസിയും കയ്യുമും ഇന്നജസാൻഹു കൈതത കൊടുത്തിട്ട് ഇന്നജസാൻഹൂൻ. അപ്പം മുന്നേ ഒരു മുത്തലക്കം കൂട്ടണമായിരുന്നു എന്ന് പറയും. ഇപ്പോഴും ഇന്നജസാൻഹു ഉള്ളത് കൊണ്ട് ഇത് ഒന്നായിട്ട് അങ്ങത്തോളം വലിച്ചക്കണ്ട. ഇന്നജസാൻഹു, ഇന്നജസ അടുത്തേക്ക് മാത്രം. അപ്പൊ എന്ത് കിട്ടിയാടുന്ന്? ഇന്നജസനാകണമെന്നില്ല. ആവുലം തലീഖ് ബിഹി മുബാശറത്തു, എനിക്ക് ശരിയാകുന്നില്ല പോലും ഇത് ചെയ്യേ. വണ്ടി ഓടിക്കാൻ പറഞ്ഞ് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം. ആവുലം തലീഖ് ബിഹി മുബാശറത്തു ആയാൽ മതി. എന്തേ ലാക്കിൻ റജ്ജമു മുതഅഖിറൂന അന്നഹു ലാ ഫർഖാന, വൈകി വന്നയാൾ പറയുന്നത് അന്നഹു ലാ ഫർഖാന, ആദ്യത്തേതുപോലെ തന്നെയാണ് ഇതും. ഈ കൈദിന്റെ ആവശ്യമില്ല. എവിടെ വസീനെയും കയ്യുവിനെയും ബാക്ക്വേർഡാക്കിയില്ലേ? ആ കൈതും കൂടി ഒഴിവാക്കി പോലും എല്ലാവർക്കും ഒരേപോലെ ബഹുമാനം കൊടുക്കുക. ഇപ്പം എന്താവും? ലായിക്കായാലും ഇല്ലെങ്കിലും ഇവനിക്കും എന്താക്കാം, ഇവിടുന്ന് ഞാൻ പോകുന്നില്ല, ഇച്ചു പോ, നീ എന്നെ വലിയ ശരിയാക്കുന്നു അറിയാം. ഇന്നജസാനു ഔലം തലീഖ് ബിഹി മുബാശറത്തു എന്ന് കൈതല്ലേ ഇട്ടിരിക്കുന്നു. കയ്യിമിനും വസീയിനും അത് ശരിയല്ല എന്നാ പറയുന്നു. റജ്ജ ജമ്മു മുതഅഖിറുനാം ലാക്കിൻ ഇട്ട് മുതഅഖിറില്ലേ, ഒരു ഫർക്കും ഇല്ല. ഇടിയും കൈത് വേണം അടിയും കൈത് വേണമെന്നല്ല, അങ്ങനെയില്ല. അതൊരു കുട്ടിയും പറയില്ല. ഒന്നാമത്തേതിൽ ഏതായാലും കൈത് പറ്റേ ചെയ്യില്ല. അതേപോലത്തെ കൈത് ഇടിയും വേണ്ട എന്നാ പറയും. ഇടിയും മുത്തിലക്കൻ അടിയും മുത്തിലക്കൻ എന്താവും? ലാക്കി മാത്രമല്ല കമക്കത്തുള്ളാഹു ഇത്തലാഖുമാന്ന, പണ്ഡിതന്മാരുടെ ഇത്തലാഖ് തേടിയത് അങ്ങനെയാണ്. ഗുന ഗുന വക്കാലത്തിൻ്റെ അടുത്ത് കണ്ടാ അല്ല, അതങ്ങനെ പോകുന്നുണ്ട്. വക്കാലത്താക്കുന്ന കൈഫിയത്ത് അവിടെയാണ് പഠിക്കേണ്ടത്. ഇപ്പം പറഞ്ഞത് തസ്വീലിൻ്റെ കാര്യത്തിൽ എന്തുണ്ട് എന്ന് വക്കാലത്തുണ്ട്. മുടക്കം വന്നാൽ മാത്രമല്ല, മുടങ്ങൂലെന്ന് കണ്ടാലും എന്താക്കണം, എന്താക്കാം. അപ്പോൾ അവിടെ തന്നെ ഇരുന്നിട്ട് എനിക്ക് എന്താക്കാം. അപ്പോൾ 7,264 ശ്രദ്ധിക്കേണ്ടത് പോലെ 7,264 ഇവിടെ പറഞ്ഞത് വായിച്ച് ഒത്തു നോക്കണമെന്നാണ്. അതിനെന്ത് വേണം? ചെറുവാനി ആദ്യം വായിക്കണം. ഇന്നജസാൻഹു ചെറുവാനി കുറച്ച് അടിയിൽ വായിക്കും. ഈ ഇന്നജസാൻഹുവിൻ്റെ പൊരുൾ ഇബ്നു ഖാസിമും വായിക്കണം. ബട്ട് ഇബ്നു ഖാസിം ആദ്യം വായിക്കേണ്ടത്. ഇബ്നു ഖാസിം 4ാമത്തെ വരി സുമ്മയം പറ, സുമ്മയം പറ. ഈ ഷർത്ത് ആരിലേക്ക് മാത്രമാണ്? വസീലും കയ്യിമിലും മാത്രമാണ്. ശ്രദ്ധിക്കണം, ഒന്നായിട്ട് മടക്കിപ്പോണ്ട. ലിമാ ഖററഹു മിമ്മാ നബഹ്നാലിഹി ഹുനാക 7,264 നമ്മൾ അവിടെ നോട്ടീസ് ഇട്ടിട്ടുണ്ട്.
7,264. നിങ്ങൾ കണ്ടെടുത്തേക്കൊന്നും ലമീർ മടക്കിയേക്കല്ല. ഇപ്പോഴേ പാലം കെട്ടിയിട്ടാ പറയും. ഇന്ന 7,264 ഒരു ഇന്നജത കാണും. അത് എല്ലായിടത്തേക്കും മടക്കിയാൽ പറ്റൂല. ഇത് 5-ാം ജുസിയിലേ പഠിക്കേണ്ടതാണ്. 7 പരസ്യം കൊടുക്കുന്നു. തസ്രീഹും ബിഅന്നൽ വലിയ വലൗ ഗൈറ മുജ്ബിരിൻ വമിൻഹു അൽ ഖാദി യുവക്കിലു. ഈ സ്റ്റേറ്റ്മെന്റ് 7,264 വിളിച്ചറിയിക്കുന്നു. നിജവാധികം തസ്ബീജിന് വക്കാലത്തുണ്ട്. ബിഅന്നലിൽ വലിയ വക്കാല മുത്ലഖൻ മുജ്ബിറൻ കാന ഔ ഗൈറഹു. അന്നലി കുല്ലി വലിയും വക്കാല. എല്ലാ വലിയനും വക്കാലത്തിന്റെ അധികാരമുണ്ട്. മുജ്ബിറൻ കാന ഔ ഗൈറഹു അൽ ഖാദി യുവക്കിലു വൈൻ ലാഖത്ത് ബിഹി അൽ മുബാശറത്തു. ചെയ്യലിന് ലായിക്കായാലും ശരി. വൈലം യാജിസ് അൻഹാ. അങ്ങനെയാണ് മസല. അപ്പം ബാബുൽ വക്കാലത്ത് പറഞ്ഞല്ലോ ഇന്ന ജസാം. അത് മനുഷ്യ നീ എവിടത്തേക്ക് മാത്രം മടക്ക്. യംബഗി റുജൂഉഹു ഇന്ന ജസാ ലിഖൗലിഹി വസിയ്യിൻ ഔ ഖയ്യിമിൻ മാത്രം ദൂന മാ ഖബലഹുമാ. ഇല്ലെങ്കിൽ ആകെ വസുവാസുൽ ഖന്നാസായില്ലേ. നിർത്തിയില്ല. യജൂസു ലിൽ ഖാദി വലിൽ മുഹക്കമി. എല്ലാവർക്കും തൗക്കീൽ പറ്റും. അവനെ കൊണ്ട് സാധിക്കുമെങ്കിലും കെട്ടിക്കാൻ അവൻ ഒരുപെടാതെ എന്താക്കുന്നു. ഓൻ സദസ്സിൽ തന്നെ കുത്തിയിരുന്നിട്ട് വേറൊരാളോട് പറയുന്നു നീ കെട്ടിച്ചോ. എന്നാലും അത് വക്കാലത്താണ്. എല്ലാ വലിയനും വക്കാലത്തിന്റെ അധികാരമുണ്ട്. മുജ്ബിറായ വലിയന് മാത്രമല്ല, സഹോദരനെ പോലെ അതുപോലെ മൂത്താപ്പാന്റെ മോനെ പോലെ എനിക്കെന്തുണ്ട് വക്കാലത്തിന്റെ അധികാരമുണ്ട്. ഖാദിക്കുമുണ്ട്. ഓനിക്ക് കിട്ടിയത് വേറൊരാൾക്ക് കൊടുക്കുന്നു. അജിസ് തീരെ ഇല്ലെങ്കിലും ശരി. അപ്പൊ ബാബുൽ വക്കാലത്തിലുണ്ടല്ലോ ഇന്ന ജസാൻ. അത് മടക്കുമ്പോൾ സൂക്ഷിക്കുക. 2-ാം ജുംലയിലേക്ക് മാത്രം. സാധാരണ നിയമം പിടിച്ചിട്ട് നീ മടക്കല്ല. 5,296 നീ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. 5,296 പോലും അത് ഇതിനെ പറ്റിയാണ്. ഇവിടെ പരസ്യം കൊടുക്കുന്നത് 7,264 നീ മറന്നുവല്ലേ. ഇനി ഇതേ വാക്ക് ചെറുവാനിയിലില്ലേ നമുക്ക്? ആ ചെറുവാനിയിലുണ്ടല്ല. അതാ സ്വരീഹൻ അതെ. എനിക്ക് ഇത് ചെയ്യുന്നതിൽ നാണക്കേടം ഇല്ല. ഒന്നും വേണ്ട. കയ്യുമാണെങ്കിൽ അവർക്ക് കുടുങ്ങിയാലേ പറ്റുള്ളൂ. കണ്ടോ? അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെന്താന്ന് ഇനി ഈ ഇതെങ്ങനെയാണ് അന്നഫ്സിഹി എന്ന് പറഞ്ഞാൽ ഇവന്റെ സ്വന്തം നഫ്സിന് വേണ്ടി വക്കാലത്താക്കാൻ പറയും. തൗക്കീലുൽ വലിയ വാഹിദൻ അന്നഫ്സിഹി. കുട്ടിയെ കെട്ടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുട്ടീനെ മുതൽ വെക്കാൻ വേണ്ടി. ഞാനാന്നതിൻ്റെ ആണ്. എനിക്ക് വേണ്ടി നീ ഏറ്റെടുക്കുക. എൻ്റെ ഡ്യൂട്ടി അത് അന്നഫ്സി. ഇവന്റെ പേരും പറഞ്ഞിട്ട് വക്കാലത്താക്കല്. ഞാനായിരുന്നു ചെയ്യേണ്ടത്. ഞാൻ നിങ്ങളെ അധികാരപ്പെടുത്തുന്നു. അന്നഫ്സിഹിയാണ്. അന്നഫ്സിഹി. പിന്നെ അനിൽ മൗലിഹി. വലിയന് ജായിസാണ് ഒരാളെ വക്കാലത്താക്കൽ. ആർക്ക് വേണ്ടി? സ്പെഷ്യലായിട്ട് കുട്ടിക്ക് വേണ്ടിയിട്ട്. എൻ്റെ കെയർ ഓഫിലല്ല. ഞാനതിന് ഉത്തരവാദിയില്ല. കുട്ടീനെ മുതൽ വെക്കണോ, കുട്ടിക്ക് അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണോ എന്നെല്ലാം പറഞ്ഞു. 2 ഏൽപ്പിക്കലും വ്യത്യാസമുണ്ട് എന്നാണ്. നഫ്സിനെ തൊട്ട് ഏൽപ്പിക്കലും കുട്ടിയെ തൊട്ട് ഏൽപ്പിക്കലും വ്യത്യാസമുണ്ട്. ഫായിദത്തുൽ ഖിലാഫി വായിക്കും. അടയാ കൊടുക്കല് ഏൽപ്പിക്കുന്ന ആ പൊസിഷൻ വ്യത്യാസമുണ്ട്.
കുട്ടിയെ തൊട്ട് ഏൽപ്പിച്ചാൽ എന്താകല്? രണ്ടായാലും ഏറ്റെടുത്ത് നടത്തൽ തന്നെ. കുട്ടിയെ തൊട്ടാകുമ്പോൾ ഓന് റഷീദായി ബാലിഹായി, എന്നാ വക്കീല് നീങ്ങൂല, അവിടെ തന്നെ ഈ ഡ്യൂട്ടി അങ്ങനെ തന്നെ ഉണ്ടാവും. കുട്ടി വലുതായാൽ കൊടുക്കേണ്ടുന്ന വക്കാലത്താണ് നേരത്തെ കൊടുത്തത്. ട്രിഫിലിന്റെ പേര് പറഞ്ഞിട്ട് ഡയറക്റ്റ് വക്കാലത്ത് എടുത്താൽ ഓൻ നന്നായി, ഓൻ വലുതായി, ഓൻ കാര്യസ്ഥനായാലും വക്കീല് നീങ്ങിപ്പോണ്ട. കുട്ടി കൊടുത്തതാണ്. കുട്ടി വലുതായാൽ കൊടുക്കേണ്ട വക്കാലത്താ ചെറുപ്പത്തിൽ കൊടുത്തത്. കുട്ടിക്ക് കൊടുക്കാൻ കഴിയായിട്ട് കുട്ടീൻ്റെ പേരിൽ ആര് കൊടുത്തു? അതേ സമയത്ത് വലിയനെ തൊട്ട് വക്കാലത്താക്കിയാലോ? വലിയനെ തൊട്ടുള്ള വക്കാലത്താണ്. എൻ്റെ പോറ്റ് നീ ഏറ്റെടുക്കുന്നു. എന്നാൽ എനിക്ക് എന്തെങ്കിലും അധികാരം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഏറ്റെടുക്കുന്ന പറയും. കുട്ടിയെ കുളിപ്പിക്കാൻ, കുപ്പായിക്കാൻ, പേൻ്റിടാൻ. എന്നാൽ കുട്ടിബാലികായ വലിയും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ആരും മനസ്സിലാവും. വക്കീലും അതാണ് രണ്ട് ജാതിയും പറ്റുന്ന. ഇവന്റെ തടിക്ക് വേണ്ടിയിട്ട് വക്കാലത്താക്കാം. ഞാൻ നടത്താൻ ഒഴിഞ്ഞു വരാൻ വേണ്ടി നിങ്ങളെ ഏൽപ്പിച്ചിരുന്നു, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരുന്നു. അതും പറ്റും. കുട്ടീൻ്റെ പേരിൽ ഡയറക്റ്റ് ആയിട്ട് എന്താക്കാം. കുട്ടിക്ക് വക്കാലത്താക്കാൻ കഴിയാത്തത് കൊണ്ട് കുട്ടീൻ്റെ കാര്യങ്ങൾ നടത്താൻ കുട്ടിയല്ലേ വക്കാലത്താക്കട്ടെ. ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താക്കിയിരിക്കുന്നു. അത് പറ്റുന്നാണ് മാവർദീമാൻ പറയും. ഒരു മുടക്കവുമില്ല പോലും. ഈ പറഞ്ഞതിൽ ചോദ്യം ചെയ്തു, റൗളയിൽ ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞാൽ NFC മാത്രമേ പറ്റുള്ളൂ. എന്ത് പറ്റൂല? അനിൽ മൗലിക്ക് പറ്റൂല. എന്താണ്? ലൈഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഉറപ്പിക്കണ്ടു. അതാണ് അലാമാക്കാലം വിട്ടിട്ട് കളിയാക്കിയത്. കളിയാക്കി അലാമാക്കാലം വിട്ടിട്ട് NFC ആക്കിക്കോലും. നിങ്ങൾക്ക് ചെയ്യാൻ മടിയുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഏൽപ്പിച്ചു. കുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വക്കാലത്ത് ഉണ്ടാക്കി കൊടുക്കണ്ട. അപ്പൊ കുട്ടി നന്നായാലും ഇവനെ മനസ്സിലാവൂല. പിന്നെ കാലാകാലം ആർക്കെന്നെ ഡ്യൂട്ടി? വക്കീലിന് തന്നെ. അതേ സമയത്ത് ഇവന്റെ നഫ്സിന് വേണ്ടി വക്കാലത്താക്കിയാലുണ്ടല്ലോ, കുട്ടി നന്നായി കഴിഞ്ഞാൽ ഇവൻ പിന്മാറണം. വലിയ പിന്മാറുമ്പോൾ ആരും പിന്മാറണം? വക്കീലും. കുട്ടിക്ക് വേണ്ടിയാണെങ്കിൽ അങ്ങനെ പറയണം, അല്ല എൻ്റെ തടിയെ തൊട്ടാണെങ്കിൽ അങ്ങനെ പറയണം, രണ്ടാൾക്കും വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെയും പറയണം. സൈലൻ്റ് ആയാലുള്ള മറുപടി അവൻ പറയുന്നുണ്ട്. സൈലൻ്റ് ആയാൽ എന്താകലി? ഇത്തിലാക്ക് പറഞ്ഞാൽ വക്കീലിന് അതിൽ വലിയ അർത്ഥം കേട്ടോ. വക്കീലൻ അനിൽ മൗലി അലിഹിൻ ആദ്യം പറഞ്ഞു വലിയ തൊട്ടാകും. ഇങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ അത് മൊത്തത്തിലേക്ക് എല്ലാ ജാതി വക്കാലത്തും എന്തുകൊണ്ടാണ് പറ്റിയത്? ഈ വിലായത്തിഹി അലിഹി. ഈ പറയുന്നവനിക്ക് ഇതിൽ എന്തെങ്കിലും വിലായത്തില്ലേ? അല്ല, അവനെ പുറത്ത് വെച്ചാ ഓനിക്കില്ലെങ്കിൽ ഓൻ മനസ്സിലാക്കി കൊടുക്കാനും പാടില്ല. ഇവനിക്കില്ലേ? പക്ഷേ നാം ലാ യുവക്കിലു ഇല്ലാ അമീന, നാം ലാ യുവക്കിലു ഇല്ലാ അമീന. എന്താ? 324 മനുഷ്യ നീ വക്കാലത്താക്കുമ്പോൾ ആരെങ്കിലും കൊണ്ടാന്നൊക്കെ എല്ലാവരും ടെസ്റ്റാക്കിയിട്ട് ഇപ്പോൾ കൊള്ളുന്ന തന്നെയാന്ന് നോക്കിയിട്ട് കൊണ്ടുവരണം പോലും. അമീനിനെ മാത്രമേ നീ വക്കാലത്താക്കാവൂ. ഇന്ന് 324 പരസ്യം കൊടുത്തിട്ടുണ്ടോ? ഉണ്ടാ? അതെവിടുന്ന കിട്ടിയ 324? അതെ അതെ. വക്കീലിനെ നാം ജായിസാക്കുമ്പോൾ വക്കീൽ യുസ്തറത്തു അയ്യുവക്കില അമീന 324 ആരെങ്കിലും കൊണ്ടാന്ന് കേട്ടാൽ. അതുകൊണ്ട് മറ്റേ ജാതി കമ്പാർട്ട്മെന്റ് അവിടെ കൂട്ടിയിട്ടില്ലേ? അവിടെ എല്ലാം കൂട്ടിയിട്ടുണ്ടല്ല.
പിന്നെന്താണ് വയസിഹു തൗക്കീലു സഫീഹി വയസിഹു തൗക്കീലു സഫീഹി സഫീഹിനെ എന്നല്ല ഫായിലേക്ക് ലാഫത്ത് മുവക്കിലിന്റെ ശർത്താ പറയുന്നു മുവക്കിലിന്റെ ശർത്ത വക്കീലിന്റെ ശർത്തല്ല പറയുന്നത് അപ്പൊ സഫീനെ ഏൽപ്പിക്കാവോ ഇല്ല എന്നല്ല സഫീയെ വക്കാലത്താക്കിയാൽ ഏറ്റെടുക്കാവോ വക്കീലിന്റെ ചുരുത്തുകൾ വയ്യ വരുന്നുണ്ട് ഒരു ഡസൻ ഷർത്ത് ഇത് നമ്മൾ മുവക്കിലിന്റെ ഷർത്താ പറയും അപ്പൊ ഫായിലേക്ക് ലാഫത്താക്കി വായിക്കും വയസ്സിയോ തൗക്കിയോ സഫീ അതായത് പെരുന്നാള് കാര്യമായ ആളൊന്നുമല്ല ഒരാൾ വിളിച്ചിട്ട് പറയുന്ന ഉസ്താദിനെ കൊണ്ടാവോ നിങ്ങൾ അധികാരപ്പെടുത്തട്ട സെറ്റാക്കട്ടോ ഈ പെരുന്നാള് കാര്യസ്ഥനല്ല വെറും കോളനി ഏറ്റെടുത്തൂടെ ഷഫീന്റെ തോക്കീല് ശരിയാണ് എന്ന് പറഞ്ഞാല് ഇത് ശ്രദ്ധിക്കേണ്ടത് വക്കീലാണ് ഇവനിൽ നിന്ന് വക്കാലത്ത് ഏറ്റെടുക്കാൻ പറ്റുമോ ഇവനാ ചേർന്ന് അരി ഷഫീ മുഫ്ലിസ് കടന്നുകറി പറഞ്ഞാണ് കിന്ന് ഫീ തസറുഫിൻ യസ്തബിദ്ദു ബിഹി ഇവൻ സ്വയം ചെയ്യേണ്ടുന്ന എന്ത് തസറുഫിൻ സ്വയം ചെയ്യേണ്ടുന്ന എന്തെങ്കിലും തസറുഫ് ഉണ്ടാവില്ലേ അത് ആർക്ക് വിട്ടുകൊടുക്കാം യസ്തബിദ്ദു യസ്തഖിലു ഇവനിക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നത് സഫിയായതോടുകൂടി മുഫ്ലിസായതോടുകൂടി പിന്നായതോടുകൂടി ചെയ്യാൻ പറ്റുന്നത് എന്താക്കാം ഏൽപ്പിക്കാം വയറ്റിൻ്റെ തോല് വരയ്ക്കാനുണ്ട് അതിന് കുപ്പായ തീരുമാനമുണ്ട് അതിനെന്താക്കാം ഏൽപ്പിച്ചോ ലാ ഗൈരിഹി ഗൈറ് കൊടുക്കണ്ടെങ്കിൽ ഇന്ന വീതിനി വരികയും സഫിയാരോട് ചോദിക്കണോ ഇതാ ഇവനുണ്ട് ഇവൻ പണിയെടുക്കാന്ന് ഇവനെ ഏൽപ്പിക്കട്ടോ അത് കരീമി എവിടെ അത് സയ്യിദി ഒഴിവാക്കപ്പെടണം 295 ഒരു കണക്ക് പറഞ്ഞില്ലേ ഒഴിവാക്കപ്പെടും 295 പറഞ്ഞ നിയമത്തിന്റെ ആക്സിൽ നിന്ന് ആക്സിൽ എന്ന് പറഞ്ഞാൽ മുഖാലഫ ഇങ്ങനെ ഒഴിവാക്കപ്പെടണം നിയമത്തിന്റെ അക്സിൽ നിന്ന് ഏത് നിയമം 295 നിയമം പറഞ്ഞു അതിന്റെ മഫ്ഹൂം മുഖാലഫത്ത് എന്താ മഫ്ഹൂം ബഹുവ അക്സ് ആ അക്സ് എന്താ മുമ്പ് പറഞ്ഞ നിയമത്തിന്റെ അക്സ് ആ അക്സിൽ നിന്ന് കുറെ ആൾ ഒഴിവാക്കാറുണ്ട് അക്സ് കുല്ലിയായി പറഞ്ഞൂടാ നിയമം എന്താ അന്നമാ സഹാമിന്നുൽ മുബാശറത്തു സഹാമിന്നു തൗക്കീലു അത് അക്സ് അല്ല അത് ലാവിത്ത് അതിന്റെ അക്സ് എന്താ മുബാശറ ശരിയാവാത്തവൻ എന്തിനും കൊള്ളൂല അതെ ഇവൻ തന്നെ സ്വയം ചെയ്താൽ സഹിയാകുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് പറ്റുള്ളൂ അതല്ലേ മഫ്ഹൂം മുഖാലഫ അതിൽ നിന്ന് 4 ആളെ ഒഴിവാക്കാനുണ്ട് ഓനിക്ക് സ്വയം ചെയ്യാൻ പറ്റാഞ്ഞിട്ടും ഓനെന്താക്കുന്നു അങ്ങനത്തെ 4 ആളിട്ട് പോയി എന്താ പറയും തോക്കിയില്ലായ്മ കണ്ണൂരിടൻ ബയ്യശിറ നടത്താൻ ഒരാളെ ഏൽപ്പിച്ചത് ഇതൊന്നും വിൽക്കണം 2 കിലോ അരി വാങ്ങണം ബയ്യശിറ ഇവൻ നടത്താൻ പറ്റോ ഇവനിക്ക് ഒരാളെ ഏൽപ്പിച്ചൂടെ അപ്പൊ ലാഭത്തിൽ നിന്ന് ലാഭത്തിന്റെ ആക്സിൽ നിന്ന് കുറച്ചാൾ പുറത്തു പോകുന്നുണ്ടല്ല തോക്കിയില്ലായ്മ കണ്ടേ പറ്റുള്ളൂ ഇവൻ കാണാത്ത ആളായതുകൊണ്ട് എനിക്ക് എന്താക്കാൻ പറ്റൂല മുബാശറത്താകാൻ പറ്റൂല അതേ സമയത്ത് ഇതെന്തുകൊണ്ട് പറ്റി ഇത് എന്തിനാണാവോ ഇസ്തിസ്ന ചെയ്യുന്നത് ഇത് ഇസ്തിസ്നായിൽ വരൂല എന്ന് കയർത്ത് കയറിയിട്ടുണ്ട് സർക്കച്ചി ഇസ്തിസ്നായിന്റെ പട്ടികയിൽ ഇതില്ല നിയമം അങ്ങനെ വൈശ്വരായി എനിക്ക് പറ്റോ പറ്റൂല ഏൽപ്പിച്ചൂടെ ഏൽപ്പിക്കാം ഇസ്തിസ്ന ചെയ്യട്ടോ ചെയ്യണ്ടെന്നേ ഭൂമിയിൽ ഏതെങ്കിലും ഒരു കോലത്തിൽ വയ്യ പറ്റുന്നുണ്ട് ആർക്കി തീരെ പറ്റാണ്ടിരിക്കണം ഈ ചെയ്യുന്ന കാര്യത്തിൽ വയ്യ എന്നല്ല പറഞ്ഞത്
ഏതെങ്കിലും ഒരു ഫർദിൽ എന്ത് പറ്റിയിട്ടുണ്ട്? അവരുടെ ചെലവ് അതെ ഓർഡർ ആക്കുന്നിടത്ത് അതും വയ്യന്റെ ഒരു ജുസ് തന്നെയല്ലേ. അടുത്ത മാർച്ചിൽ ഇങ്ങനെ കൊണ്ടുവരണം ഇന്ന സാധനം എന്ന് പറഞ്ഞ ചെലവ് പറ്റുന്നില്ലേ? അമ്മ അപ്പം വയ്യന്റെ ഉടമയായില്ലേ? അപ്പൊ മുബാശറത്ത് പറ്റാത്തവനാണ് എന്നതിനെ വിളിക്കുന്നത്. ഫിൽസിനെ വേണ്ട. പിന്നെ സീറാവ് പറ്റൂ. പിന്നെ ഇതാ ചെയ്യതിനോട് ചോദിച്ചു, എൻ്റെ ശരീരത്തെ നീ വെക്കുമോ? ആ വെക്കാം, 15,000 റുപ്യ തരണം, തന്നേക്കാം. ഷിറാഖാക്കിയില്ലേ? ഷിറാഖിൻ്റെ ഉടമ തന്നെയല്ലേ? ഈ വക്കാലത്ത് കൊടുക്കുന്ന നേരത്തുള്ള ആ കാര്യത്തിൽ മുബാശറത്ത് നിന്ന് കൂട്ടണ്ട, ഷിറാഖിൻ്റെ ഉടമയായില്ലേ? ഇത് അശർത്തു സിഹത്തുൽ മുബാശറത്തി ഫിൽ ജുംല എന്നാണ്. എല്ലാ ഓരോ ഫർദിലും മുബാശറത്ത് വെക്കണമെന്നില്ലല്ലോ. ബയ്യിന്റെ ജാനിബിൽ ഒരു മുബാശറത്ത് പറ്റിയില്ലേ? സിറായിന്റെ ജാനിബിൽ കിട്ടിയില്ലേ? അമിതമ്മ. അതുകൊണ്ടല്ലേ വസീർ ഒരു ബസീർ അനന്തരമെടുത്തു അതിന് ഒരു സാധനത്തെ ലംയറഹ കണ്ടിട്ടേ ഇല്ല. ഉപ്പാന്റെ അടുത്തൊരു സാധനം ഉണ്ട് പോലും, ഉപ്പ മരിച്ചെന്നറിയും, അത് എനിക്ക് തന്നെ പോലും കണ്ടാ ഉപ്പാന്റെ മുതല് ഇവനിക്കാന്ന് പോലും ഇന്ന് മുതൽ ഉച്ചൂടെ കണ്ടാ വേറൊരാളോട് വിൽക്കാൻ ഏൽപ്പിച്ചൂടെ? അത് സമയത്ത് ഇവൻ വിറ്റാ സഹിയാവോ? എന്തേ കണ്ടാ ഒറ്റ തട്ടം കൊടുത്ത് ദർക്കശീനെ നിസാരെ തട്ടിക്കളി. സലമിനെ പറ്റിയല്ല നമ്മൾ ഉണ്ടിയത്, സാധനം നേരെ വെക്കുന്നതിനെ പറ്റിയാണ്. സലമ് എന്ന് പറഞ്ഞാൽ ബയ്യിന്റെ പേര് പറയാന്നേ ഉള്ളൂ, അത് സാട്ടാൽ ബയ്യല്ല. നമ്മളെ അക്കൗണ്ട് ഏതാണ് കണ്ടിട്ടില്ല, അതുകൊണ്ട് ഓമ്പുക്കലില്ല, ഓമ്പുക്കാൻ ഏൽപ്പിച്ചോട്ടെ. അപ്പൊ ഏതാ ബയ്യ്? ബയ്യിൽ അയ്യാണ്. അപ്പം പോയില്ലേ? ബഹുവലായ സീമിൻ മുത്തലാക്കൻ ഒന്നിൽ നിന്ന് പറ്റോ? അപ്പൊ ഇസ്തിനെ വേണ്ടേ? ഒറിജിനൽ സിറാഖ് സയ്യിദിൽ നിന്ന് ഓന്റെ തടിയെ ഓൻ വാങ്ങിയത് അത് ഒറിജിനൽ സിറാഖല്ല. സിറാഖിനെ പറ്റി പറയാൻ പറ്റില്ല. അതെന്തിന്റെ പ്രോപ്പർട്ടിയാ? ഇത്തിഖാനത്. നീ എന്റെ ശരീരം വെക്കുമോ? ആ തന്നേക്കാലം എത്ര പൈസ അത് ഇത്തിഖാന സാധനം. ഫസഹലിസിനാവും. പിന്നെ വസീറിൻ്റെതാ. ഉപ്പാനെ മുതൽ കിട്ടി ജോലി കണ്ടിട്ടില്ല പോലും, ഇവനിക്ക് വെക്കാൻ പറ്റില്ല, ഇവൻ വേറൊരാളെ ഏൽപ്പിക്കാം. അത് അൽമദ്കൂറത്ത നേരത്തെ പറഞ്ഞേ, അത് മുലാഖത്തുൻ, അത് ഖിയാസാക്കപ്പെട്ടതാണ് ഈ മസലത്തിൽ ഏമ. എന്താ ഏമാന്റെ മസലയോട് എന്തായി? എല്ലാം ശരി തന്നെയല്ല നേരം അല്ലേ? ഇട്ടിട്ടുണ്ടാ ഉണ്ടാ?